ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമുക്ക് മധുരമൊക്കെ കഴിക്കണമെന്ന് തോന്നുന്ന സമയത്ത് എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ല സോഫ്റ്റ് ആയിട്ടുള്ള വായിലിട്ടാൽ അലിഞ്ഞിറങ്ങുന്ന തരത്തിലുള്ളൊരു റവ കേസരിയാണ്. അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള ഈ കേസരി എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്നൊന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനൊരു പാനും ചൂടാകാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 3 സ്പൂൺ അളവിൽ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യ് നന്നായിട്ടൊന്ന് ചൂടായി കഴിയുമ്പോഴത്തേക്കും ഇതിലേക്ക് കുറച്ച് കാഷ്നട്ട് ചേർത്തൊന്ന് വറുത്തെടുക്കാം. കാഷ്നട്ട് ഒന്ന് ഫ്രൈ ആയി വരുന്ന സമയത്ത് ഇതിലേക്ക് കുറച്ച് ഉണക്കമുന്തിരി കൂടെ ഒന്ന് ചേർത്ത് ഉണക്കമുന്തിരിയൊക്കെ നല്ലതുപോലെ ഒന്ന് വീർത്ത് വരുന്നവരേക്കും നമുക്കൊന്ന് ഫ്രൈ ചെയ്ത് എടുക്കാം. ഇപ്പോൾ നമ്മുടെ ഉണക്കമുന്തിരിയൊക്കെ നന്നായിട്ടൊന്ന് കാഷ്നട്ടൊക്കെ നല്ലതുപോലെ ഒന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇതിന് നമുക്ക് ഈ നെയ്യിൽ നിന്ന് കോരി മാറ്റാവുന്നതാണ്. ഇനി നമുക്ക് ഇതേ പാനിലേക്ക് തന്നെ റവ ചേർത്ത് കൊടുക്കണം. അപ്പോൾ നമ്മൾ വറുത്ത റവയായാലും വറുക്കാത്ത റവയായാലും ഈ ഒരു കേസരിക്ക് വേണ്ടിയിട്ട് റവ നെയ്യിൽ വറുത്തിട്ട് തന്നെയാണ് നമ്മൾ ചെയ്തെടുക്കേണ്ടത്. എങ്കിൽ മാത്രമേ നമ്മുടെ കേസരി നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല ടേസ്റ്റി ആയിട്ട് കിട്ടുള്ളൂ. അപ്പോൾ ഞാനിപ്പോൾ 1 കപ്പ് റവയാണ് എടുത്തിട്ടുള്ളത്. അത് ഈ നെയ്യിലേക്ക് ചേർത്ത് ഒരു 5 മിനിറ്റ് നമുക്ക് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് കൈ എടുക്കാതെ തന്നെ നന്നായിട്ടൊന്ന് വറുത്തെടുക്കും. നമ്മൾ ഏത് കപ്പിലാണോ റവ എടുക്കുന്ന ആ കപ്പിൽ തന്നെ നമ്മൾ ബാക്കിയുള്ള വെള്ളവും പഞ്ചസാരയും എല്ലാം അളന്നെടുക്കണം. നമുക്കിതിലേക്ക് മെഷറിംഗ് കപ്പിൻ്റെ ആവശ്യമൊന്നുമില്ല. നമ്മൾ ഏത് ബൗളിലാണോ അല്ലെങ്കിൽ ഗ്ലാസ്സിലാണോ എടുക്കുന്നത് അതേ ബൗളോ അല്ലെങ്കിൽ അതേ ഗ്ലാസ് തന്നെ നമ്മൾ ബാക്കിയുള്ള മെഷർമെൻറ്റിനും ഉപയോഗിച്ചാൽ മതിയാവും. ഇപ്പോൾ ഞാനൊരു 5 മിനിറ്റ് റവ നല്ലതുപോലെ ഒന്ന് വറുത്തെടുത്തിട്ടുണ്ട്. നമ്മൾ റവ വറുത്തെടുക്കുമ്പോഴത്തേക്കും റവ കരിഞ്ഞു പോകാനോ അല്ലെങ്കിൽ റവയുടെ കളറ് മാറാനോ ഒന്നും പാടില്ല. ആ ഒരു രീതിക്ക് വേണമെന്ന് വറുത്തെടുക്കാനായിട്ട്. അതിനുശേഷം നമുക്ക് ഈ റവ വേറൊരു പാത്രത്തിലോട്ടൊന്ന് മാറ്റിയിട്ട് ഇതേ പാനിലേക്ക് തന്നെ നമുക്ക് 3 കപ്പ് അളവിൽ വെള്ളം ചേർത്ത് കൊടുക്കാം. നമുക്കൊരു 3 മുതൽ 3.5 കപ്പ് വരേക്കും വെള്ളം ചേർത്ത് കൊടുക്കാവുന്നതാണ്. നമ്മൾ ഏത് കപ്പിലാണോ റവ അളന്നെടുത്തിട്ടുള്ള അതേ കപ്പിൽ തന്നെയാണ് ഞാൻ 3 കപ്പ് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് 1 സ്പൂൺ അളവിൽ നെയ്യും കൂടെ ഒന്ന് ചേർത്തതിന് ശേഷം ഈ വെള്ളം നന്നായിട്ട് തിളയ്ക്കുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. വെള്ളം നന്നായിട്ടൊന്ന് തിളച്ചു തുടങ്ങുന്ന സമയത്ത് ഞാനിതിലേക്ക് ഒരു അല്പം ഫുഡ് കളർ കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു നുള്ളു കേസരി പൗഡറിൽ 1 സ്പൂൺ വെള്ളം ചേർത്തൊന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുള്ളതാണ്. അത് നമുക്ക് ഇതിലേക്ക് ചേർത്തൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമ്മുടെ വെള്ളം നന്നായിട്ടൊന്ന് തിളച്ചു തുടങ്ങുന്ന സമയത്ത് ഫ്ലെയിം ഒന്ന് ലോയിലോട്ട് മാറ്റിയിട്ട് നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള റവ നമുക്ക് കുറേശ്ശെയായിട്ട് ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം. റവ ചേർത്ത് കൊടുക്കുമ്പോഴത്തേക്കും ഇതുപോലെ ഇളക്കി വേണം റവയൊന്ന് ചേർത്ത് കൊടുക്കാനായിട്ട്. ഒട്ടും തന്നെ കട്ടകളൊന്നും വരാത്ത രീതിക്ക് വേണം റവയൊന്ന് ചേർത്ത് കൊടുക്കാനായിട്ട്. റവയെല്ലാം തന്നെ ഒന്ന് ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒരു 5 മിനിറ്റ് നമുക്കിത് അടച്ചു വെച്ചിട്ടൊന്ന് കുക്ക് ചെയ്ത് എടുക്കാം. നമ്മളിങ്ങനെ അടച്ചു വെച്ച് കുക്ക് ചെയ്തെടുക്കുമ്പോഴത്തേക്കും റവ നല്ലതുപോലെ ഒന്ന് വെന്ത് നന്നായിട്ട് സോഫ്റ്റ് ആയിട്ട് കിട്ടിക്കോളും. ഇപ്പം നമ്മുടെ റവയൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് ഒന്ന് തിക്കായിട്ട് വന്നിട്ടുണ്ട്. ഈ ഒരു സമയം നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കണം. റവ നന്നായിട്ട് വെന്തിട്ട് വേണം പഞ്ചസാര ചേർത്ത് കൊടുക്കാനായിട്ട്. അപ്പം ഞാൻ 1 കപ്പ് അളവിൽ തന്നെയാണ് പഞ്ചസാര എടുത്തിട്ടുള്ളത്. നമ്മൾ റവ എടുത്തിട്ടുള്ള അതേ കപ്പിൽ തന്നെയാണ് 1 കപ്പ് അളവിൽ പഞ്ചസാര എടുത്തിട്ടുള്ളത്. ഈ ഒരു മധുരം കറക്റ്റായിട്ടുള്ളൊരു മധുരമായിരിക്കും. ഈ പഞ്ചസാര നമുക്കിതിലേക്ക് ചേർത്തൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം 2 മിനിറ്റ് നമുക്ക് അടച്ച് വെച്ചിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോഴത്തേക്കും പഞ്ചസാരയൊക്കെ നന്നായിട്ടൊന്ന് മെൽറ്റായി റവയുമായിട്ട് നന്നായിട്ട് ചേർന്നൊന്ന് കിട്ടിക്കോളും. ഇപ്പോൾ പഞ്ചസാരയൊക്കെ നന്നായിട്ടൊന്ന് മെൽറ്റായി നന്നായിട്ടൊന്ന് ചേർന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള കാഷ്നട്ടും ഉണക്കമുന്തിരിയും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ ഞാനൊരു 3 ഏലക്ക ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. അതും ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഒരു 3 സ്പൂൺ അളവിൽ നെയ്യ് കൂടെ ഒന്ന് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നെയ്യ് ഒരുപാട് ഇഷ്ടമുള്ളവർക്ക് ഒരു 6 സ്പൂൺ നെയ്യ് വരെ ഈ ഒരു സമയം ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാവുന്നതാണ്. നെയ്യ് ഒരുപാട് ചേർത്ത് കൊടുത്ത് കഴിയുമ്പോഴത്തേക്കും കുറച്ചുകൂടെ ഒന്ന് നമുക്കൊരു ലൂസായിട്ടുള്ളൊരു പരുവത്തിലായിരിക്കും ഇരിക്കുന്നത്. ആ നെയ്യൊക്കെ ഒന്ന് ഇങ്ങനെ ഒഴുകി വരുന്ന ആ ഒരു പരുവത്തിൽ കുറച്ചുകൂടെ ഒന്ന് ലൂസായിട്ട് കിട്ടും. അപ്പോൾ നെയ്യ് ഒരുപാട് ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ ഒരു 3 സ്പൂൺ അളവിൽ ചേർത്ത് കൊടുത്താൽ മതിയാവും, കറക്റ്റായിട്ടിരിക്കും. നെയ്യ് നന്നായിട്ട് ഇഷ്ടമുള്ളവരാണ്, നെയ്യുടെ മണവും നെയ്യൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ നമുക്കൊരു 6 സ്പൂൺ വരെ നെയ്യ് ചേർത്തൊന്ന് മിക്സ് ചെയ്ത് എടുക്കാവുന്നതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എന്തായാലും ഒരു പ്രാവശ്യമെങ്കിലും ഇതുപോലെ തയ്യാറാക്കി നോക്കാം. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അപ്പോൾ പുതിയൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു, ബൈ.